ഒട്ടനവധി പ്രത്യേകതകളുള്ള 3 അനുഭവങ്ങളാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത്. ആദ്യം പറയുന്നത് ഗജേന്ദ്രമോക്ഷമായിട്ട് സാമ്യപ്പെടുത്തിയിട്ടാണ് ആ സഹോദരൻ എനിക്ക് അയച്ചു തന്നിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ വേഗം പറയാട്ടോ. ആലത്തൂർ താലൂക്കിലെ മേലാർകോട്ട് പഞ്ചായത്തിലെ കോട്ടക്കുളം എന്ന സ്ഥലത്ത് നടന്ന സംഭവമാണ്. പേരുപോലെ വലിയ കുളം ഇവിടെയുണ്ട് ട്ടോ. 3 വശവും ടാറിട്ട റോഡും പടിഞ്ഞാറ് വശം അയ്യപ്പന്റെ അമ്പലവുമാണ്. ഞാൻ രഘു മറ്റു 2 ചേട്ടന്മാരുമൊത്ത് ഈ കുളത്തിൽ നീന്താൻ ചെന്നു. ചേട്ടന്മാർ ഈ കടവിൽ നിന്ന് മറുകരയിലേക്ക് നീന്തുന്നു. അവർ എന്നെയും പ്രോത്സാഹിപ്പിച്ചു. ചേട്ടന്മാരിൽ ഒരാൾ മിലിട്ടറിയിൽ നിന്നും വിരമിച്ചു വന്ന ആളാണ്. ഞാൻ ഈ ചേട്ടനൊപ്പം നീന്താൻ തുടങ്ങി. ഇതേ വർഷം ജനുവരി 21-ാം തീയതി 7:50 രാത്രി കോട്ടയക്കുളം വളവിൽ വെച്ച് ഞങ്ങളുടെ സ്കൂട്ടറിനെ വരാഹം എന്താ അറിയാലോ, അങ്ങനെയാണ് എഴുതിയത്, ദൂരെ ഇട്ടതിൻ്റെ ഫലമായിട്ട് ഒരു കയ്യിലെ എല്ല് പൊട്ടി ഓപ്പറേഷൻ കഴിഞ്ഞ് മെറ്റൽ റിങ്ങൊക്കെ ഇട്ടിട്ട് പതിയെ ഞാൻ എൻ്റെ 2ാം ജന്മത്തിലേക്ക് വരികയാണ്. അപ്പോഴാണ് ഈ സാഹസത്തിന് ഒരുങ്ങിയത്. കുളത്തിൻ്റെ മധ്യഭാഗത്തെത്തിയപ്പോൾ ചെറിയ ഓളങ്ങൾ വരാൻ തുടങ്ങി. കാറ്റുമുണ്ട്. കുറച്ച് വെള്ളം എൻ്റെ മൂക്കിലും വായിലും കയറി. മലർന്നു നീന്തൽ നിർത്തി. ഇനി എത്ര ദൂരം ഉണ്ടെന്ന് അവരോട് ചോദിച്ചു. ഇനിയും കുറച്ച് ദൂരം ഉണ്ടെന്ന് മറുപടി കിട്ടി. എൻ്റെ കാലുകൾ തണുത്ത് മരവിച്ചതുപോലെ. അവിടെയുള്ള ആഴമറിയാൻ ഞാൻ നിലം തൊടാൻ ശ്രമിച്ചു. പക്ഷേ നല്ല പോലെ ആഴമുണ്ട്. ആപത്തിൽപ്പെട്ടവരെ വെള്ളത്തിൽ ആരും ഒരു രക്ഷയ്ക്കും വരില്ല എന്നറിയാവുന്ന ഞാൻ മനമുരുകി വിളിച്ചു ഗുരുവായൂരപ്പാ എന്ന്. അത്ഭുതമായിട്ട് എന്നെ പിന്നിൽ നിന്നും ഒരു കൈകൊണ്ട് ആ ചേട്ടനൊന്ന് തള്ളിവിട്ടു. മറുകരയെത്താറായി. വീണ്ടും പരിശ്രമിച്ച് നീന്തി മറുകരയെത്തി. ഇതെൻ്റെ 3ാം ജന്മമാണ്. ഞാൻ ഒരു നിമിഷം ഗജേന്ദ്രമോക്ഷം നൽകിയ ഭഗവാനെ നമസ്കരിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനുഭവം അങ്ങ് തീവ്രമായിട്ട് വരികയാണല്ലേ. നമ്മളെ രക്ഷപ്പെടില്ല എന്ന് തോന്നുന്ന സമയത്താണ് ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നത്. ഗജേന്ദ്രമോക്ഷം കഥ അറിയാലോ, ഞാൻ പറയണ്ടല്ലോ. ഗജേന്ദ്രമോക്ഷത്തിനെ പറ്റി ഒന്നും പറയാൻ വാക്കുകളില്ലാത്ത അത്രയും മനോഹരമായിട്ടുള്ള കഥയാണ്. എല്ലാവർക്കും അറിയണ്ടാവും വിചാരിക്കുന്നു. ഈ അനുഭവം അങ്ങനെ തന്നെ ഉള്ളിൽ തട്ടി ഒരു നിമിഷം കൊണ്ട് കുറച്ച് വരികളിലൂടെ. അപ്പോൾ എല്ലാവരിലേക്ക് എത്തിക്കുക. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം. എല്ലാ മാസവും 7 ദിവസം കൃഷ്ണവിഗ്രഹം സമ്മാനം നൽകുന്നുണ്ട്. യൂട്യൂബ് ജോയിൻ ബട്ടണിലൂടെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് വരിക. ഫേസ്ബുക്കിൽ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഹരേ കൃഷ്ണ.